ഈ ബില്ലിന്റെ ഓഹരി കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ CPM-ൽ രണ്ട് അഭിപ്രായം ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. CPIM-ന് ഒറ്റ അഭിപ്രായം മാത്രമേ ഉള്ളൂ. 25% ഷെയർ വിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ മുൻകൂർ അനുവാദം വാങ്ങണം. അനുവാദം വാങ്ങാതെ CBIയെ സമീപിച്ചത് എന്തടിസ്ഥാനത്തിലാണ്? അതിന് മറുപടി പറയാൻ രാഹുൽ ഗാന്ധിക്ക് ഉൾപ്പെടെ ഉത്തരവാദിത്തമുണ്ട്. ഞാൻ വളരെ വ്യക്തതയോടുകൂടി ചൂണ്ടിക്കാണിച്ചതാണ്. ഈ പ്രശ്നം യഥാർത്ഥത്തിൽ മംഗലാപുരം സ്പെഷ്യൽ പ്ലെയിൻ യാത്ര ഉൾപ്പെടെയുള്ള അദാനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കളോടൊപ്പം ചേർന്ന് പോയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇന്നേ വരെ മറുപടി പറഞ്ഞിട്ടില്ല. അദാനിക്ക് എല്ലാ പിന്തുണയും നൽകുന്നത് CPIM ആണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എന്നായിരുന്നു അദ്ദേഹം ആദ്യം വിശദീകരിച്ചിരുന്നത്. അതായിരുന്നില്ല. കൃത്യമായിട്ട് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റായിരുന്നു ഈ കരാറുണ്ടാക്കിയത് എന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഒപ്പം ചേർത്ത് ഇവിടെ ഞങ്ങളുമായിട്ടാണ് അദാനി ഡീലുണ്ടാക്കുന്നത് എന്ന കാര്യം പറഞ്ഞ രാഹുൽ ഗാന്ധിയോട് ഞാൻ ചോദിച്ചു, ഞങ്ങളെല്ലാം ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ ഡീലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അറിവില്ലാതെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനെ സമീപിച്ച് ഞങ്ങൾ 49% ഷെയർ വിറ്റിരിക്കുന്നു എന്ന് പറയുന്ന നിലപാടിലേക്ക് എത്തുന്നതിന് എന്താണ് അടിസ്ഥാനം? ആ കാര്യം വിശദീകരിക്കാൻ VD സതീശൻ മാത്രമല്ല, രാഹുൽ ഗാന്ധിക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നിർവഹിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചത്. ചർച്ചകളൊക്കെ പലതും ഉണ്ടായിട്ടുണ്ടാവുന്നു. പതിറ്റാണ്ടുകളായിട്ട് പിടിച്ചും ചർച്ച നടക്കില്ലേ? ഏതെങ്കിലും ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് അല്ല, അതിനിപ്പോൾ ഞങ്ങൾക്ക് ആർക്കും ആരുമായിട്ടും ചർച്ച ചെയ്യുന്നതിന് വ്യത്യാസമില്ലല്ലോ, അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. എന്നാൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം വാങ്ങാതെ ആ ചർച്ച എങ്ങനെയാണ് അവസാനിപ്പിച്ച് ഡീലുണ്ടാക്കി പോയത് എന്ന ചോദ്യം. ഓഹരി കൈമാറ്റം ഉണ്ടായിട്ടില്ല, ഇനി എന്ത് വേണം എന്നുള്ളതാണ് CPM നിലപാട്. ഓഹരി കൈമാറ്റം ഓഹരി കൈമാറ്റം ഉണ്ടായിട്ടില്ല എന്ന് പറയട്ടെ. അല്ല, ഞാൻ പറഞ്ഞത് സിബിയുടെ പത്രസമ്മേളനത്തിലല്ലോ പറയേണ്ടത്, നിലപാടല്ലേ പറയേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കണം. കേക്ക് ഞാൻ പറയാം. കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ചുകൊണ്ട് പറയേണ്ടത് അത് വേണോ വേണ്ടയോ എന്നുള്ളത്, അല്ലെങ്കിൽ ഞങ്ങളോട് ചോദിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നടപടി സ്വീകരിക്കല്ലേ വേണ്ടേ, അല്ലാണ്ട് വർത്തമാനം കൊണ്ട് മാത്രം കാര്യമില്ല. അതുകൊണ്ട് വളരെ ഫലപ്രദമായ നടപടി സ്വീകരിക്കണം എന്നാണ് പാർട്ടിക്ക് പറയുന്നത്.